കേരള കത്തോലിക്ക സഭ ഏറെ ദുഃഖത്തോടെ കേട്ട ഒരു വാർത്തയാണ് ഫാദർ ജോമോൻ പുഷ്പമംഗലം കപ്പൂച്ചൻ അച്ഛൻ്റെ അകാലത്തിലുള്ള വിയോഗം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം തെല്ലകത്തുള്ള വിദ്യാഭവൻ കപ്പൂച്ചൻ ഇവിടെയാണ് അച്ഛൻ ഉണ്ടായിരുന്നതും മരണത്തിന് തൊട്ടു മുമ്പുള്ള അവസാന നിമിഷം എല്ലാം ചെലവഴിച്ചത് ഈ ഒരു വിദ്യാഭവൻ, ഈ ഒരു മൈനർ സെമിനാരിയിലാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അച്ഛൻ്റെ ഭൗതിക ശരീരം ഈ ഒരു ആശ്രമ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വൈദികരും കുടുംബാംഗങ്ങളും നിരവധി പേരാണ് ഈ രാത്രി സമയങ്ങളിലെല്ലാം അച്ഛനെ ഒന്ന് കാണാൻ, അച്ഛൻ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ വൈദികരെല്ലാം ഏറെ ദുഃഖത്തിലാണ്, കണ്ണീരോടുകൂടിയാണ് ഓരോ വൈദികരും. അച്ഛനെക്കുറിച്ച് പറയുവാൻ തന്നെ അവർക്ക് സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയ കണ്ട കാഴ്ച. കാരണം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ജോമോൻ അച്ഛൻ ഇവർക്കെല്ലാം. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന വൈദികരെയാണ് ഞങ്ങൾ കണ്ടത്. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഓരോ വൈദികരുടെ അടുത്ത് എത്തുമ്പോഴും അവരെല്ലാവരും പറ്റാത്ത അവസ്ഥയിൽ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിന്ന് കരയുന്ന ഒരു കാഴ്ച ഏറെ വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും സന്യസ്തരും എല്ലാവരും തന്നെ അച്ഛനെ എത്തുന്നു, അച്ഛനെ കാണുന്നു. ഇപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം അച്ഛനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അത്രമാത്രം ഹൃദയവേദനയോടെയാണ് അവർ പറയുന്നത്. അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു. നാളെ രാവിലെയാണ് 10 മണിക്ക് അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ ഈ ഒരു ദേവാലയത്തിൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പിന്നിൽ ഇവിടെയാണ് അച്ഛനെ, ഇവിടെ ഈ കാണുന്ന ഒരു കല്ലറയിലാണ് അച്ഛനെ അടക്കുന്നത് എല്ലാം. എന്തായാലും വേറെ ദുഃഖകരമാണ്. കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള അച്ഛന് ഹൃദയ ശസ്ത്രക്രിയ നടന്നിട്ട് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയമാണ് അച്ഛനെ മാറ്റിവെച്ചത്. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായി 6 മാസമായി അച്ഛൻ വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കും. ഇവിടുത്തെ അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയും ഈ ഒരു സെമിനാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി നോക്കി നടക്കുമ്പോഴാണ് ആകസ്മികമായി പെട്ടെന്ന് തന്നെ അച്ഛൻ തളർങ്ങി വീഴുന്നതും അതിനുശേഷം മരണത്തിലേക്ക് പോകുന്നതുമെല്ലാം.